ഹായ്, എല്ലാവർക്കും സ്വാഗതം. സ്പോക്കൺ ഹിന്ദിയുടെ നമ്മുടെ പുതിയൊരു ക്ലാസ്. ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്താ പറയേണ്ടത്, കുറച്ച് അറിയാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഫോൺ സംഭാഷണങ്ങൾ. ഓക്കെ, ഫോൺ സംഭാഷണങ്ങൾ എങ്ങനെ പഠിക്കാം, ഏത് സന്ദർഭത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ക്ലാസ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ചില സെൻറ്റൻസുകൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രിക്സ് പറഞ്ഞു തരും. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ സപ്പോസ് എനിക്കൊരു ഫോൺ വന്നു, ഇതിൽ ഫോൺ നമ്പർ ഇല്ല. ഓക്കെ, ഫോൺ നമ്പർ ഇല്ല, അൺനോൺ നമ്പറിൽ നിന്ന് വന്നു, ഫോൺ എടുത്തു. ഓക്കെ, ഫോൺ എടുത്ത ആൾ എന്ന് പറയും, ഹലോ ആപ്പ് കോൺ ബോൾ റേ. ഇങ്ങനെ നമ്മൾ ചോദിക്കുക, നമുക്കറിയത്തില്ല, അൺനോൺ ആണ്, ഓപ്പോസിറ്റില്ല ആളാരാന്ന് അറിയില്ല. അവിടുന്ന് ഹലോ വന്നു, ആ ഹലോ എന്ന് പറഞ്ഞു, ആപ്പ് ക്യാ പോലത്തെ മഹേഷ് ബോൾ റേ എന്ന് ചോദിച്ചു. ആ മഹേഷ് ആണോ? അപ്പോൾ ഞാൻ പറയാം, ആപ്പ് കോൺ ബോൾ റേ. എങ്ങനെ ചോദിക്കും നമ്മൾ? ആപ്പ് കോൺ ബോൾ റേ, ആപ്പ് കോൺ ബോൾ റേ. ടീക്കേ, ആപ്പ് കോൺ ബോൾ റേ ഹേ എന്നാണ് അർത്ഥം. തൂ തുമ്മു ഉപയോഗിക്കരുത്. ഒന്നാമത്തെ പോയിന്റ് ആണ്. നമ്മൾ ഒരിക്കലും നമ്മളൊരു അഞ്ചാം വ്യക്തിയോട്, അതായത് നമുക്കറിയാത്ത ഒരാളോട് നമ്മൾ ഒരിക്കലും തൂ തുമ്മു ഉപയോഗിക്കരുത്. നമുക്കറിയത്തില്ല, അൺനോൺ നമ്പറാണ്. അപ്പം എന്ത് ചെയ്യുക? ഹലോ ആപ്പ് കോൺ ബോൾ റേ. ക്ലിയർ അല്ലേ? എങ്ങനെ ചോദിക്കും നമ്മൾ? ഹലോ ആപ്പ് കോൺ ബോൾ റേ. ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഒരിക്കലും തൂ തുമ്മെന്ന് ഉപയോഗിച്ച് സംസാരിക്കരുത്. നമുക്കറിയുന്ന ആളാണെങ്കിൽ അതിൽ ഫോൺ നമ്പർ കാണും. അപ്പോൾ നമ്മൾ തും കോൺ ബോൾ റേയോ, അതായത് തൂ കോൺ ബോൾ റേ എന്നൊന്നും നമ്മൾ ചോദിക്കില്ലല്ലോ. നമുക്കറിയാം നമ്പർ ആരാണെന്ന്. നമ്പർ അറിയാത്ത ഒരാളാണെങ്കിൽ മാത്രമാണ് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഹലോ ആ വായി തൂ എന്നല്ലേ നമ്മൾ ചോദിക്കാറ്, അല്ലേ? എൻ്റെ ഒരു ഏജിലുള്ള ഒരാളാണെങ്കിൽ അതിൽ നമ്പറും സേവ് ഉണ്ടെങ്കിൽ ആ വായി തൂ കോണേ എന്നല്ലേ ചോദിക്കും. തൂ കോണേന്ന് ചോദിക്കുമോ? ഇല്ല, ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ആപ്പ് കോൺ ഹേ എന്ന് ചോദിക്കാം. ഓക്കെ, ആപ്പ് കോൺ ഹേ എന്ന് ചോദിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്കൾ ആരാണ് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ആപ്പ് കോൺ ബോൾ രഹേ ഹേ, എന്താണ്, താങ്കൾ ആരാണ് സംസാരിക്കുന്നത്? ആപ്പ് കോൺ ബോൾ രേ. നിങ്ങളെങ്ങനെ പഠിക്കും? ആപ്പ് കോൺ ബോൾ രേ, ആപ്പ് കോൺ ബോൾ രേ, താങ്കൾ ആരാണ് സംസാരിക്കുന്നത്? ആപ്പ് കോണേ എന്ന് ചോദിക്കാം, ഒരു തെറ്റുമില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇത്രമാത്രം ശ്രദ്ധിക്കുക. തൂ തുമ്മ് എന്ത് ചെയ്യണം? ഉപയോഗിക്കാൻ പാടില്ല. നമ്മളൊരു അഞ്ചാം വ്യക്തിയോട് സംസാരിക്കുമ്പോൾ, നമുക്ക് ഇതുവരെ അറിയാത്ത ഒരാളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരാളാണ് ഓപ്പോസിറ്റ് ഉള്ളതെങ്കിൽ, അൺനോൺ നമ്പറിലാണ് ഫോൺ വന്നതെങ്കിൽ എങ്ങനെ ചോദിക്കും? ആ വായി എന്നൊന്നും പറയാൻ പാടില്ല, അതും തെറ്റാണ്. നമ്മളെങ്ങനെ ചോദിക്കും? ഹലോ ആപ്പ് കോൺ ബോൾ റേ, ഹലോ ആപ്പ് കോൺ ബോൾ റേ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലോ, അല്ലെങ്കിൽ വർക്കിംഗ് പേഴ്സൺ ആണെങ്കിലോ, നിങ്ങൾ നോർത്തേൺ സൈഡിൽ നിൽക്കുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നതാണ്. നോർത്തേൺ സൈഡിൽ ആൾക്കാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത് ഹിന്ദി. നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പഞ്ചാബിലാവട്ടെ, ബോംബെയിലാവട്ടെ, എവിടെയാവട്ടെ, ഹരിയാനയിലാവട്ടെ, ഉത്തർപ്രദേശിലാവട്ടെ, നിങ്ങൾ നോർത്തേൺ സൈഡിൽ ഏത് സൈഡിലും ആവട്ടെ, നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പാക്കേജായിട്ട് നിങ്ങൾക്ക് ഹിന്ദി പഠിക്കണമോ, അറ്റ് എ ടൈം നിങ്ങൾക്ക് സമയമില്ല, നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ ഹിന്ദി പഠിക്കാം. ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് കാണുക. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ ഇതിൻ്റെ എന്താണ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് നൽകാം, വിത്ത് ലിങ്ക് തരാം. നിങ്ങളൊന്ന് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒരു ഡെമോ വീഡിയോ ഞാൻ താഴെ ലിങ്കിൽ തരുന്നുണ്ട്. ഈ 2 ലിങ്കും നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഓക്കെ, ഞാൻ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഒന്നിച്ച് പഠിക്കണം. നിങ്ങളുടെ സമയത്തിന് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാം. ഒരു ചെറിയ മിനിമം റേറ്റ് വെച്ച് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാം കണ്ട് ഡെമോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് കോഴ്സ് കാണാം. ഓക്കെ, അതിൽ 40 ഗ്രാമർ ക്ലാസ്, 20 സ്പീക്കിംഗ് പ്രാക്ടീസ് ആണ്, പിന്നെ 2000 വേർഡ്സിൻ്റെ ഒരു PDF ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിന് താഴെ ഞാനൊരു ഇൻഫോർമേഷൻ വീഡിയോ തരുന്നുണ്ട്. അതിൻ്റെ ലിങ്കിൽ നിങ്ങൾ പോയി കാണുക. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക, ഒരു നിർബന്ധവുമില്ല. ഓക്കെ, നോക്കാം നമുക്ക്. നിങ്ങൾ യൂട്യൂബിൽ കറങ്ങി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് ഫുള്ള് പഠിക്കാൻ പറ്റും. നോട്ടാക്കി നിങ്ങൾക്ക് പഠിക്കാം. അത്രയും ക്വാളിഫൈഡ് ആയിട്ട് നമ്മൾ ചെയ്ത ക്ലാസ്സുകളാണ്. സ്പെഷ്യലി സ്ത്രീലിംഗം പുല്ലിംഗത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏകദേശം 15 ക്ലാസ്, 60 ക്ലാസ്സിൽ 15 ക്ലാസ് എന്ന് പറയുന്നത് സ്ത്രീലിംഗം പുല്ലിംഗത്തിൻ്റെ ലിസ്റ്റാണ്. അതിൻ്റെ സെൻറ്റൻസ് മേക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം.
ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോറി, കുറച്ച് ടൈം എടുത്തു, കുഴപ്പമില്ല. ബാക്കി വീഡിയോസ് കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. മേ സജേഷ് ബോൾ റഹാ എന്ന് പറയും. ആ കോൺ ബോൾ റഹേ എന്നതിൻ്റെ ഉത്തരമാണ് മേ സജേഷ് ബോൾ റഹാ, ഞാൻ സജേഷ് ആണ് സംസാരിക്കുന്നത്. ഓക്കെ, സ്ത്രീയാണ് എന്ത് പറയും? മേ മായ ബോൾ റഹി ഹും. ഓക്കെ, മേ മായ ബോൾ റഹി ഹും. ഓക്കെ, ഇതുവരെ വ്യക്തം. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം, പക്ഷേ ഹും എന്നെ പറയണേ. ഓക്കെ, മേ ബോൾ റഹാ ഹും, മേ യെ ബോൾ റഹാ, എക്സ് ബോൾ റഹാ, വൈ ബോൾ റഹാ ഹും എന്നെ പറഞ്ഞിട്ട് പഠിക്കണം. ടീക്കേ, ക്യാ മേരി ആവാസ് സുനായി ദേ രഹി ഹൈ? എങ്ങനെ ചോദിക്കും നമ്മൾ? ക്യാ മേരി ആവാസ് സുനായി ദേ രഹി ഹൈ? ക്യാ മേരി ആവാസ് സുനായി ദേ രഹി ഹൈ എന്ന് ചോദിക്കും. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, ക്യാ മേരി ആവാസ് സുനായി ദേ രഹി ഹൈ. ആവാസ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ സെൻറ്റൻസുകൾ മാത്രം പഠിച്ചിട്ട് പോകരുത്, അതിൻ്റെ ഇൻറ്റേർണൽ മീനിങ് എന്തുകൊണ്ടാണ് അത് വന്നത് എന്നുള്ളത് കുറച്ചെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്യാ മേരി ആവാസ് സുനായി ദേ രഹി ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്യാ മേരി ആവാസ് സുനായി ദേ രഹി ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നാണ് അർത്ഥം. ആവാസ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് അവിടെ മേരി എന്ന് വന്നത്. ഓക്കെ, അവിടെ മേരി എന്ന് വന്നു. സുനായി ദേ രഹി ഹേ എന്ന് വന്നു, രഹാഹേ എന്ന് വരില്ല. അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നിങ്ങൾ ആരായാലും ശരി, ക്യാ മേരി ആവാസ് സുനായി ദേ രഹി ഹേ എന്ന് തന്നെ പറഞ്ഞ് പഠിക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് മീനിങ് വരാൻ കാരണം. ആവാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീലിംഗ ശബ്ദമായത് കൊണ്ടാണ്. ഓക്കെ, ക്യാ മേരി ആവാസ് സുനായി ദേ രഹി ഹേ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഹാഞ്ചി ഹാഞ്ചി. ഓപ്പോസിറ്റ് നിങ്ങൾ തൂ തുമ്മെന്നല്ല പറയുന്നത്. ഓക്കെ, തൂ തുമ്മാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ആപ്പാണ് ഉള്ളത് ഓപ്പോസിറ്റുള്ളത്, അപ്പോൾ ഹാഞ്ചി എന്ന് പറയണം. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റുള്ള ഒരാൾ കുറച്ച് സീനിയർ ആണ്, റെസ്പെക്റ്റ് ഉള്ള, നമുക്കറിയത്തില്ലല്ലോ. അപ്പം എങ്ങനെ പറയും? ഹാഞ്ചി ആപ്കി ആവാസ് സുനായി ദേ രഹി ഹെ എന്ന് പറയും. എന്തുകൊണ്ടാണ് ആപ്കി ആവാസ് എന്ന്? ആവാസ് എന്ന് പറയുന്നത് ഒരു ശബ്ദം എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ഓക്കെ, ആവാസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് आपकी വന്നത്. ठीक है, हाँ आपकी आवाज़ सुनाई दे रही है, हाँ आपकी आवाज़ सुनाई दे रही है, आपकी आवाज़ सुनाई दे रही है. ഓക്കെ, ഞാൻ താങ്കൾ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പോൾ ഓപ്പോസിറ്റ് എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, എൻ്റെ ഫ്രണ്ട് എനിക്ക് അറിയുന്ന ഒരാളാണ് എന്ന് പറയാം. യാർ തെരി ആവാസ് സുനായി ദേ രഹി ഹൈ എന്നല്ലേ പറയാം. യാർ നമ്മൾ ഒരേ ഏജിലുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ യാർ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. യാർ തെരി ആവാസ് സുനായി ദേ രഹി ഹൈ എന്ന് പറയും. നിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, നമ്മളൊരേ ലെവലുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട് റൂമിലുള്ള ആൾ അവൻ മാർക്കറ്റിലുണ്ട്, യാർ തെരി ആവാസ് സുനായി ദേ രഹി ഹൈ, മാർക്കറ്റിൽ നിന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നീനേതാ വേണ്ട മച്ചിലി കൗൺസി ചെയ്യേ, മച്ചിലി ഏതാ വേണ്ടെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ബാങ്കട വേണോ അല്ല എന്താ പറയേണ്ടത്, അവിടെ കിട്ടുന്ന റോവലില്ലേ, റാവു എന്നൊക്കെ പറയുന്നത് തോന്നുന്നു ഹിന്ദിയിൽ. അപ്പോൾ അങ്ങനത്തെ മീനുകൾ, അപ്പോൾ ഏതാ വേണ്ടെന്ന് ചോദിക്കാനാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സൗണ്ട് കേൾക്കുന്നില്ല. അപ്പോൾ എങ്ങനെ ചോദിക്കും? ക്യാ മേരി ആവാസ് സുനായി ദേ രഹി എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കും, എൻ്റെ ഫ്രണ്ടാണേ, ആപ്പല്ല ഇവിടെ, അപ്പോൾ ക്യാ മേരി ആവാസ് സുനായി ദേ രഹി എന്ന് ചോദിക്കും. അപ്പോൾ എന്താ പറയും? തെരി ആവാസ് സുനായി ദേ രഹി ഹൈ. അത് ഒരേ ഏജുള്ളവർ. ഓക്കെ, തുമാരി നിങ്ങളുടെ, ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ കുറച്ചും കൂടെ ഏജ് ഉണ്ട്, ഒരു 4 വയസ്സ് 3 വയസ്സ് മുപ്പുള്ള ആളാണെങ്കിൽ നമ്മളെങ്ങനെ പറയും? തും എന്ന് പറയും. ഓക്കെ, അപ്പം ക്യാ ഹാഞ്ചി ആപ്കി തുമാരി ആവാസ് സുനായി ദേ രഹി ഹൈ, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തുമ്മുകൾ തേരി വരും, തുമാരി എന്ന് വന്നു. ആപ്കി ആവാസ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ ശബ്ദം. ഓക്കെ, ആദ്യമായിട്ടാണെങ്കിൽ നമ്മളോട് ചോദിച്ചു മേരി ആവാസ് സുനായി ദേ രഹി എന്ന് ചോദിച്ചു അയാൾ. അപ്പോൾ ഞാൻ എന്ത് പറയും? ആപ്കി ആവാസ് സുനായി ദേ രഹി ഹൈ. നമുക്കറിയത്തില്ല ഓപ്പോസിറ്റിലെ ആൾ ആരാണെന്ന്. ഓക്കെ, ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഓക്കെ, നമുക്ക് അടുത്തതിൽ നോക്കാം. ആപ്കി ആവാസ് കട്ട് രഹി ഹൈ, ആപ്കി ആവാസ് കട്ട് രഹി ഹൈ എന്ന് പറഞ്ഞാൽ താങ്കളുടെ ശബ്ദം കട്ടാവുന്നതാണ്. ആണ് പറഞ്ഞോട്ടെ പെണ്ണ് പറഞ്ഞോട്ടെ ഒന്നുമില്ല. ആപ്കി ആവാസ് കട്ട് രഹി ഹൈ എന്ന് പറഞ്ഞാൽ താങ്കളുടെ ശബ്ദം കട്ടാവുന്നുണ്ട്, താങ്കളുടെ ശബ്ദം കട്ടാവുന്നുണ്ട്. ആപ്കി ആവാസ് കട്ട് രഹി ഹൈ, ഞാൻ അവിടെ എഴുതിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്താണ്? താങ്കളുടെ ശബ്ദം കട്ടാവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് മാർക്കറ്റിലുണ്ട്, അപ്പോൾ ഞാൻ എന്താ പറയും? ആപ്കി പറയില്ല, തേരി. ഓക്കെ, ഇപ്പം എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട് മാർക്കറ്റിൽ, അപ്പോൾ ഞാൻ എന്താ പറയും? तेरी आवाज़ कट रही है, तेरी आवाज़ कट रही है यार, तेरी आवाज़ कट रही है, बार बार कट रही है, ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്. तेरी आवाज़ बार बार कट रही है, मैं दोबारा फ़ोन करता हूँ എന്നൊക്കെ പറയും. ഓക്കെ, मैं दोबारा फ़ोन करता हूँ ആണാണെന്ന് പറയും, പെണ്ണാണെങ്കിൽ मैं दोबारा फ़ोन करती हूँ എന്ന് പറയും. ഓക്കെ, അപ്പോൾ आपकी आवाज़ सुनाई नहीं दे रही है എന്ന് പറഞ്ഞാൽ അങ്ങനെയും പറയാം നമുക്ക്. ഒന്നെങ്കിൽ आपकी आवाज़ कट रही है എന്ന് പറയാം, താങ്കളുടെ ശബ്ദം കട്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ आपकी आवाज़ सुनाई नहीं दे रही है, തൊട്ട് മുമ്പ് അത് പറഞ്ഞു തന്നു.
ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്യുക. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ മാത്രമേ സംസാരിക്കുള്ളൂ. ഇത് കോമൺ ആയിട്ടുള്ള ഒരു സെൻറ്റൻസുകളാണ്. അല്ലാണ്ട് ആണായതുകൊണ്ട് സുനായി ദേര ഹാഹേ എന്ന് പറയരുത്, അല്ലെങ്കിൽ ആവാസ് കട്ടർ ഹാഹേ എന്നൊന്നും പറയരുത്. ആണ് പറയുന്നു, പെണ്ണ് പറയുന്നു എന്നും പറഞ്ഞിട്ട്. ഇത് ആവാസ് സ്ത്രീലിംഗ ശബ്ദം ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം आपकी आवाज़ कट रही है, आपकी आवाज़ कट रही है सर, मैं दोबारा फ़ोन करके आता हूँ सर, ഞാൻ രണ്ടാമത് ഫോൺ ചെയ്ത് വരാം സർ. ഓക്കെ, അല്ലെങ്കിൽ आपकी आवाज़ कट रही है सर, मैं दोबारा फ़ोन करके आता हूँ, मैं രണ്ടാമത് ഫോൺ ചെയ്ത് വരാം. സ്ത്രീ ആണെങ്കിൽ मैं दोबारा फ़ोन करके आती हूँ എന്ന് പറയും. മേ വന്നുകൊണ്ട് ആത്തി ഹൂ എന്ന് പറയും. ക്ലിയർ? അപ്പോൾ അല്ലെങ്കിൽ പറയാം आपकी आवाज़ सुनाई नहीं दे रही है, താങ്കളുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. വ്യക്തം? ഇതുവരെ ഞാൻ പറഞ്ഞിരുന്നതെല്ലാം കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ നമ്മുടെ ഫ്രണ്ട്സ് മാത്രമായിട്ട് സംസാരിക്കേണ്ട ഒരു അടിപൊളിയായിട്ട് ഡിസ്കഷനായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സംഭവം ആദ്യം മനസ്സിലാക്കണം, എന്നാലേ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ഞാൻ ചെയ്ത് തന്നിട്ട് കാര്യമുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഒരു സീരീസിൽ ഞാനിപ്പം ഇത് ഫസ്റ്റ് ക്ലാസ്സാണ്. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട് ടു ഫ്രണ്ട്. ക്ലിയർ? ഫ്രണ്ട് ടു ഫ്രണ്ട് നമുക്കെങ്ങനെ സംസാരിക്കാം അത് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, നമുക്ക് നോക്കാം. आपकी आवाज़ साफ नहीं आ रही है എന്ന് പറയാം. നമുക്കെങ്ങനെ പറയാം? आपकी आवाज़ साफ नहीं आ रही है. നമുക്ക് കട്ട് റഹി എന്ന് കിട്ടുന്നില്ലേ? നമുക്കിങ്ങനെ പറയാം आपकी आवाज़, താങ്കളുടെ ശബ്ദം. आपकी വരുള്ളൂ കേട്ടോ, ആവാജ് ആയതുകൊണ്ട് आपकी എന്ന് മാത്രമേ വരുള്ളൂ. आपकी आवाज़ साफ नहीं आ रही है, താങ്കളുടെ ശബ്ദം വ്യക്തമായി കേൾക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ? मैं आपको मुश्किल से सुन पा रहा हूँ यार, मैं आपको है ना സർ आपको मैं मुश्किल से सुन पा रहा हूँ, मैं दोबारा फ़ोन करके आता हूँ. ആ രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, നിങ്ങളുടെ ശബ്ദം ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് കേൾക്കുന്നത്, അപ്പോൾ ഞാൻ രണ്ടാമത് ഫോൺ ചെയ്തിട്ട് വരാം. അല്ലെങ്കിൽ मैं आपको मुश्किल से सुन पा रही हूँ, सुन पा रही हूँ എന്നൊരു ലേഡി പറയുമ്പോൾ. ഓക്കെ, ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മെയിൽ പറയുമ്പോൾ രഹാഹു എന്ന് പറയും, രഹീഹു എന്ന് ഫീമെയിൽ പറയുമ്പോൾ. അതിനിപ്പോൾ നമ്മൾ എന്തുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ठीक है, आप इसे दोहरा सकते हैं. ठीक है, क्या आप इसे दोहरा सकते हैं, ഇത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, താങ്കൾക്ക് ഇത് ആവർത്തിക്കാമോ എന്നാണ് അർത്ഥം. ദോഹരാന എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക, റിപ്പീറ്റ് ചെയ്യുക. ദോഹരാന എന്നാണ് അതിൻ്റെ അർത്ഥം, അത് വരുന്നത് മീനിങ്. അപ്പോൾ ദോഹരാ സക്തേ എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് അർത്ഥം. ഓക്കെ, ക്യാ ആപ്പ് ഇസെ ദോഹരാ സക്തേ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? താങ്കൾക്ക് ഇത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ, സാധിക്കുമോ എന്നാണ്. ആപ്പ് എന്തുകൊണ്ടാണ് വന്നേ? നമുക്കറിയത്തില്ല. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം അയാൾ പറഞ്ഞു, എന്തോ പറഞ്ഞു, നമുക്ക് തിരിഞ്ഞില്ല. അപ്പോൾ ആപ്പ് തന്നെ പറയണം. നമ്മളെ ഒരേ ഏജിലൊക്കെ തൂലനെ നമ്മൾ പറയും. ഓക്കെ, നോക്കാം, അടുത്തത് നോക്കാം. मैं आपको सुबह से कॉल कर रहा हूँ. मैं आपको, അവിടെ ആപ്കോ വന്നിട്ടില്ല, ആപ്കോ പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾക്ക് ഓപ്പോസിറ്റിൽ ഒരാളോടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം സർ मैं आपको सुबह से कॉल कर रहा हूँ, സർ मैं आपको सुबह से कॉल कर रहा हूँ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ രാവിലെ മുതൽ താങ്കളെ വിളിക്കുന്നുണ്ട്. സ്ത്രീ പറയുമ്പോൾ എങ്ങനെ പറയും? मैं आपको सुबह से कॉल कर रही हूँ, मैं आपको सुबह से कॉल कर रही हूँ. ഞാൻ രാവിലെ തൊട്ടേ ഞാൻ സാറിനെ വിളിക്കുന്നുണ്ട്. സർ आपको मैं सुबह से कॉल कर रहा हूँ. അപ്പോൾ ഒരേ ഏജുള്ള ആളോട് എങ്ങനെ സംസാരിക്കും നമ്മളിപ്പോൾ? ഒരേ ഏജുള്ള ആൾ അവൻ ഫോൺ എടുക്കുന്നേ ഇല്ല, അവൻ രാവിലെ എണീച്ച് പോയിനി. എന്നിട്ട് ഞാൻ വിളിക്കും, यार मैं तुझे ना सुबह से कॉल कर रहा हूँ, ഞാൻ രാവിലെ തൊട്ട് നിന്നെ വിളിക്കുന്നുണ്ട്. मैं सुबह से कॉल कर रहा हूँ तुझे. ആപ്പ് എന്നുള്ളടത്ത് തുജെ വന്നു. തുജെ എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നെ എന്നായി. ठीक है, തുമേ എന്ന് പറഞ്ഞാൽ നിങ്ങളെ. ക്ലിയർ? അപ്പോൾ मैं तुझे सुबह से कॉल कर रहा हूँ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ മുതൽ നിന്നെ വിളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തുജെ मैं दोपहर से फोन कॉल कर रहा हूँ, ഞാൻ ഉച്ച തൊട്ട് നിന്നെ വിളിക്കുന്നുണ്ട്. दोपहर से ഉച്ച തൊട്ടാണ്. ठीक है, मैं कल रात से തുമേ കോൾ കർ റഹാ ഹൂ, ഞാൻ ഇന്നലെ രാത്രി തൊട്ട് നിങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ തുമേ നിങ്ങളെ, തുജെ നിന്നെ, ആപ്കോ താങ്കളെ. ക്ലിയർ? അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് അറിയുന്ന ആളാണെങ്കിലും ഒരു ഏജിലുള്ള ആളാണെങ്കിലും നമ്മളിങ്ങനെ പറയും, मैं सुबह से आपको कॉल कर रहा हूँ, ഞാൻ രാവിലെ മുതൽ നിങ്ങളെ വിളിക്കുന്നുണ്ട്, താങ്കളെ വിളിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ രഹീഹു എന്ന് ഇപ്പോൾ പറയും ഒരു സ്ത്രീ പറയുമ്പോൾ. ठीक है, लेकिन तुम फोन नहीं उठा रहे हो, പക്ഷേ നിങ്ങൾ ഫോൺ എടുക്കുന്നില്ല. നിങ്ങൾ ഞാൻ രാവിലെ മുതൽ വിളിക്കുന്നുണ്ട്. ലേക്കിൻ മഗർ, ലേക്കിൻ ഉപയോഗിക്കാം, മഗർന്ന് ഉപയോഗിക്കാം. ഓക്കെ, തെറ്റൊന്നുമില്ല. അപ്പം ലേക്കിനും മഗറും കിട്ടുന്നില്ലേ? ബട്ട് ഉപയോഗിച്ചോ? ബട്ട് തും ഫോൺ നെഹി ഉഠാ രഹേ ഹോ, തും വന്നു രഹേ ഹോ, തു രഹാ ഹെ, ആപ്പ് രഹേ ഹേ. ക്ലിയർ? ഇത് ഞാൻ എല്ലാ ക്ലാസ്സിലും പറഞ്ഞു തരുന്നതാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. തു ആണെങ്കിൽ രഹാ ഹെ എന്ന് വരും, തും ആണെങ്കിൽ രഹേ ഹോ, ആപ്പ് ആണെങ്കിൽ രഹേ ഹേ.
ठीक है अब लेकिन आप फोन नहीं उठा रहे हैं എന്ന് പറഞ്ഞാൽ താങ്കൾ പക്ഷേ ഫോൺ എടുക്കുന്നില്ല मैं सुबह से फोन कर रहा हूँ मैं सुबह से कॉल कर रहा हूँ मैं सुबह से फोन कर रहा हूँ എന്ന് പറയാം ഓക്കെ സ്ത്രീയാണെങ്കിൽ मैं सुबह से फोन कर रही हूँ എന്ന് പറയും लेकिन आप फोन नहीं उठा रहे लेकिन താങ്കൾ ഫോൺ എടുക്കുന്നില്ല लेकिन तू फोन नहीं उठा रहा है നീ ഫോൺ എടുക്കുന്നില്ല लेकिन आप फोन नहीं उठा रहे താങ്കൾ ഫോൺ എടുക്കുന്നില്ല ക്ലിയർ നോക്കാം तू 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 आप ठीक है तू फोन नहीं उठा रहे ठीक है അല്ലെ രഹി ഹേ എന്ന് വരും ആപ്പാണെങ്കിൽ രഹേ ഹേ എന്ന് വരും ഞാൻ താഴെ തന്നിട്ടുണ്ട് അതിൻ്റെ ക്ലാസ് ഞാൻ പറഞ്ഞു തന്നു ഓക്കെ മേ സോരാത്ത യാർ ഉറക്കത്തായിരുന്നു യാർ മേ സോരാത്ത യാർ അതെൻ്റെ ഫ്രണ്ടിനോട് പറയുമ്പോണേ എങ്ങനെ പറയും യാർ മേ സോരാത്ത യാർ മേ സോരാത്ത എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങുന്നായിരുന്നു അതാ ഫോൺ എടുക്കാണ്ടെന്നിനി ठीक है मैं सो रहा था मैं 12 बजे उठा हूँ ഞാൻ 12 മണിക്ക് എണീച്ചിനി ഓക്കെ मैं 12 बजे उठा हूँ ക്ലിയർ അപ്പോൾ സ്ത്രീയാണെങ്കിൽ എങ്ങനെ പറയും യാർ മേ സോരെത്തി ഞാൻ ഉറക്കുന്നുണ്ടായിരുന്നു മേ സോരെത്തി മേ സോരെത്തി എന്നുള്ളത് മേ സോരെത്തി എന്ന് പറയും ठीक है मैं സോരാ രഹാത്ത എന്നുള്ളത് മേ സോരാത്ത എന്ന് പറയും അപ്പോൾ മേ സോരാത്ത യാർ ക്യോं ഡിസ്റ്റർബ് कर रहे हो നീ എന്തിനാ എന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത് മേ സോരാത്ത ഞാൻ ഉറങ്ങുന്നുണ്ടായിരുന്നേ ലേഡി ആണെങ്കിൽ മേ സോരെത്തി എന്ന് പറയും ക്ലിയർ ഇതുവരെ ക്ലിയർ അല്ലേ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാനുണ്ട് നമുക്ക് ഒരേ ഏജിലെ ആൾക്കാർക്ക് നമുക്ക് സംസാരിക്കേണ്ടതാണ് ക്ലിയർ അപ്പോൾ മേ കാമേ വ്യവസ്ഥ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാണ്ടതിനെന്ന് പറയണേ മേ കാമേ വ്യവസ്ഥ യാർ കുറച്ച് തിരക്കായി പോയി ഞാൻ കുറച്ച് പണിയിലായിരുന്നു ഓക്കെ ഒരാണ് പറയുമ്പോൾ മേ കാമേ വ്യസ്തത എന്ന് പറഞ്ഞാൽ ഞാൻ പണിയിൽ തിരക്കായിരുന്നു സ്ത്രീ പറയുമ്പോൾ മേ കാമേ വ്യസ്തുതി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് തിരക്കായിപ്പോയി ഞാൻ പണിയിൽ കുറച്ച് തിരക്കായിപ്പോയി ഞാൻ ജോലിയിലെ തിരക്കിലായിരുന്നു വ്യസ്തുതി ഓക്കെ അപ്പോൾ ഇപ്പോഴും തിരക്കാണെന്ന് പറയും എങ്ങനെ പറയും മേ കാമേ വ്യസ്തുഹും ഓക്കെ മേ കാമേ വ്യസ്തുഹും എന്ന് പറയാം ഓക്കെ ഇതുവരെ ക്ലിയർ അല്ലേ मैं बाद में कॉल करता हूँ यार मैं सो रहा था मैं बाद में कॉल करता हूँ मैं तैयार हो रहा मैं बाद में कॉल करता हूँ ഞാൻ റെഡി ആവുമെന്ന് ഞാൻ പിന്നീട് വിളിക്കാം यार मैं सो रहा था यार तू मैं बाद में कॉल करता हूँ എന്ന് പറയാം അല്ലെ तू बाद में कॉल करके आना എന്ന് പറയാം അങ്ങനെയും പറയാം നീ പിന്നെ വിളിച്ചിട്ട് വാ നിന്നെ പിന്നെ ഫോൺ വിളിക്ക് അല്ലെ മേ ബാദ്മേ ഫോൺ കർത്താവും ഞാൻ തിരിച്ച് വിളിക്കാം അതാണ് നമ്മൾ എന്താ പറയേണ്ടത് മര്യാദ അപ്പം മേ ബാദ്മേ കോൾ കർത്താഹും ഞാൻ പിന്നീട് വിളിക്കാം സ്ത്രീ ആണെങ്കിൽ മേ ബാദ്മേ കോൾ കർത്തിഹും എന്ന് പറയും ക്ലിയർ അല്ലെങ്കിൽ തു ബാദ്മേ കോൾ കർണ നീ പിന്നീട് വിളിക്ക് അല്ലെ തു ബാദ്മേ കോൾ കർണ എന്ന് പറയാം തും ബാദ്മേ കോൾ കറോ എന്ന് പറയാം ठीक है ആപ്പാണെങ്കിൽ ഇപ്പം ആപ്പാണെങ്കിൽ ഓപ്പോസിറ്റ് നമ്മൾ പറയാം ആ ബാദ്മേ കോൾ കരിയേ എന്ന് പറയും കുറച്ച് റെസ്പെക്റ്റോട് കൂടിയിട്ട് ठीक है കോൾ കർക്കെ ആത്താ ഹും എന്ന് പറയാം ठीक है मैं കോൾ കർക്കെ ആത്താ ഹും ഞാൻ കോൾ ചെയ്ത് തിരിച്ച് വരാം ഞാൻ കോൾ ചെയ്ത് വരാം ലേഡി ആണെങ്കിൽ मैं കോൾ കർക്കെ ആത്തി ഹും എന്ന് പറയും ക്ലിയർ मैं കോൾ കർക്കെ ആത്തി ഹും അല്ലെങ്കിൽ പറയാം തോടി ദേർ മേ കോൾ കർത്താം തോടി ദേർന്നൊന്നു ദേർ എന്നൊക്കെ പറഞ്ഞ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അതുകൊണ്ട് ആ വീട് അങ്ങനെ ഇവരിൽ തോടാ ദേർന്നൊന്നും പറയരുത് തോടി ദേർ മേ കോൾ കർക്കെ ആത്താ ഹും തോടി ദേർ മേ കോൾ കർക്കെ ആത്താ ഹും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഫോൺ ചെയ്ത് വരാം ലേഡി ആണെങ്കിൽ തോടി ദേർ മേ കോൾ കർക്കെ ആത്തി ഹും വ്യക്തം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്കത് അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് കുറച്ച് ഡിസ്കസ് ചെയ്ത് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് സെൻറ്റൻസുകൾ മാത്രം പറയണമെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റൻസ് ഞാൻ പറഞ്ഞുതരാം ബട്ട് നിങ്ങൾക്കത് അറിയണം നിങ്ങളൊരു പറയുന്നത് എന്തുകൊണ്ടാണ് അത് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ എന്താ പറയേണ്ടത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ ചീത്ത കമൻ്റ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ബട്ട് നിങ്ങളത് എന്താ പറയുക കമൻറ്റ് ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളായിക്കോട്ടെ ഓക്കെ എന്തും ആക്സെപ്റ്റ് ആണ് നമുക്ക് നോക്കാം തോടി ദേർ റുക്കിയേ എന്ന് പറയാം യാർ തോടി ദേർ റുക്കിയേ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കാത്തിരിക്കും എന്നാണ് ठीक है मैं वापस कॉल करता हूँ थोड़ी देर रुकिए मैं वापस कॉल करता हूँ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ രണ്ടാമത് തിരിച്ച് വിളിക്കാം मैं कॉल करता हूँ ഞാൻ തിരിച്ച് വിളിക്കാം ലേഡിയാണ് मैं वापस कॉल करती हूँ എന്ന് പറയും ഓക്കെ आप अभी कहाँ है താങ്കൾ എവിടെയാണ് ഇപ്പോൾ എൻ്റെ ഏജിനെക്കാട്ടി കുറേ ഏജുള്ള ഒരാളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് അവർ പുറത്താളുള്ളത് ഞാൻ വിളിച്ചിട്ട് പറയാർ സർ ആപ് അഭി കഹാ ഹേ താങ്കൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് താങ്കൾ എവിടെയാണ് കണ്ണൂരാണെങ്കിൽ എങ്ങനെ പറയുന്നത് അറിയാം താങ്കൾ എവിടെയപ്പോൾ ഇല്ലേ നമ്മൾ ഗൾഫിലെല്ലാം നിൽക്കുന്ന കണ്ണൂർക്കാരോട് ചോദിച്ചാൽ താങ്കൾ എവിടെയപ്പോൾ ഇല്ലെന്ന് ചോദിക്കും എന്നാ അതിൻ്റെ അർത്ഥം താങ്കൾ എവിടെയാണ് ഉള്ളത് താങ്കൾ എവിടെയപ്പോൾ ഇല്ലെന്ന് ചോദിക്കും ഓക്കെ അപ്പോൾ ആ പബി കഹാ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ് താങ്കൾ ഇപ്പോൾ എവിടെയാണ് എന്നാണ് അർത്ഥം എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ എങ്ങനെ ചോദിക്കുന്നറിയാം പോസടിക്ക് തു കായെന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കും പോസടിക്ക് തു കായ നീ എവിടെ ഇല്ല് ചീത്ത വിളിച്ചിട്ടാണ് പറഞ്ഞത് ഓക്കെ
ദേഷ്യം വന്നിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ബോസടിക്ക് തൂ കായ നിൽക്കും. അങ്ങനെ ചോദിക്കും ബോസടിക്ക് തൂ കായ നിൽക്കും. എങ്ങനെയൊക്കെ ബോസടിക്ക് കായ തൂ. അപ്പോൾ സീനിയർ നമ്മളെ കുറച്ചും കൂടി ഏജുള്ള ആളോട് നമ്മൾ ചെയ്തൊന്നും വിളിക്കരുത്. അപ്പോൾ നമ്മൾ വേറെ ആ പബി കായ, താങ്കൾ എവിടെയാണ് ഉള്ളത്, താങ്കൾ എവിടെയാ അപ്പം ഇല്ല, ആ പബി കഹാ ഹേ, താങ്കൾ എവിടെയാണ് ഉള്ളത്. എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ എങ്ങനെ ചോദിക്കും, അബി കായ തൂ കായ ബോസടിക്ക് കായ തൂ കഹാ ഗൂമരേ എവിടെയാ നീ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് രാവിലെ, തൂ സുബഹ് കഹാ ഗൂമരേ എന്ന് പറഞ്ഞാൽ നീ രാവിലെ മുതൽ എവിടെയാ കറങ്ങുന്നത്, കായത്തു നീ എവിടെയാ ഉള്ളത്, കായത്തും നിങ്ങൾ എവിടെയാണുള്ളത്, ടീക്കെ കായ ആപ്പ് താങ്കൾ എവിടെയാണുള്ളത്. ആപ്പിനെ പിടിച്ച് അപ്പുറം ഇട്ടോ, ഒരു കുഴപ്പമില്ല. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ദിവസം ഉപയോഗിക്കേണ്ട, അത്യാവശ്യം ഫോണിലൊക്കെ ഉപയോഗിക്കേണ്ട കുറച്ച് സെൻറ്റൻസുകൾ. യാർ മേ അഭി മാർക്കറ്റ് മേ ആയാ ഹൂം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ജസ്റ്റ് മാർക്കറ്റിൽ വന്നതേ ഉള്ളൂ. മേ അഭി മാർക്കറ്റ് മേ ഹൂ എന്ന് പറയാം, മേ മാർക്കറ്റ് മേ ആയാ ഹൂ എന്ന് പറയാം, ഞാൻ മാർക്കറ്റിൽ വന്നിട്ടുള്ളൂ എന്ന് പറയാം. ക്ലിയർ? ഓർ തൂക്കാ നീ എവിടെയാന്ന് എങ്ങനെ ഓർ തൂക്കാ നീ എവിടെയാന്ന് ചോദിക്കും. നീ എവിടെയില്ല പറ, നീ എവിടെയില്ല, മേ അഭി മാർക്കറ്റ് മേ ആയാ ഹൂം തൂക്കാ നീ എവിടെയില്ല. ക്ലിയർ അല്ലേ? മേ ബി മാർക്കറ്റ് മേ ഹൂ, മേ ബി മാർക്കറ്റ് മേ ഹൂ എന്ന് പറഞ്ഞാൽ ഞാനും മാർക്കറ്റിലുണ്ടല്ലോ. അപ്പം നീ എവിടെയില്ല, നീ ഏത് ഭാഗത്തായില്ല, തൂ കിസ് സൈഡ് മേ ഹേ എന്ന് വെക്കാം, തൂ കിസ് ജഗഹ മേ എന്ന് വെക്കാം, നീ ഏത് ഭാഗത്താണുള്ളത്, തൂ കിസ് ഇലാക്കാ മേ ഹേ എന്ന് വെക്കാം, തൂ കിസ് ഇലാക്കേ മേ ഹേ. ठीक है, तू किस इलाके में है എന്ന് പറഞ്ഞാൽ നീ ഏത് ഭാഗത്താണുള്ളത്, തൂ കിസ് ജഗഹ പേ നീ ഏത് സ്ഥലത്താണുള്ളത്, തൂ കിസ് പ്ലേസ് മേ ഹേ ചോദിക്കാം, തൂ കിസ് സൈഡ് മേ ഹേ തൂ കിസ് തരഫ് ഹേ, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. നീ ഏത് ഭാഗത്താണുള്ളത്, ഞാൻ ഇവിടെ ഉണ്ട് പറയും, ഞാൻ എന്താ പറയുക, ഞാൻ ചൗക്കെ പാസും എന്ന് പറയും, ഞാൻ ആ ചൗക്കിൻ്റെ അടുത്തുണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. അല്ലെങ്കിൽ പറയാം നമുക്ക് യാർ മേ ഏക ഐസ്ക്രീം കി ദുക്കാനാണ് വഹാ ഖടാവും, ഞാൻ ഒരു ഐസ്ക്രീമിൻ്റെ ഷോപ്പില്ലേ, ദുക്കാൻ ഒരു സ്ത്രീലിംഗ ശബ്ദം, ഐസ്ക്രീം കി ദുക്കാൻ നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ ഐസ്ക്രീം കി ദുക്കാൻ എന്ന് പറയും. ഞാനൊരു ഐസ്ക്രീമിൻ്റെ ഷോപ്പിൻ്റെ മുന്നിലുള്ളു, തു ജൽദിയാ നീ പെട്ടെന്ന് വാ. മേ തുമാരെ പാസ് ആ രഹാ ഹൂം, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്. മേ തുമാരെ പാസ് ആ രഹാ ഹൂം, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്. ഓക്കെ, ठीक है, लेकिन 2 घंटे के बाद आना, मुझे तैयार होना है, എനിക്ക് റെഡി ആവണം, मुझे तैयार होना है, तुम एक काम कर എന്താ പറയണ്ടത്, 2 घंटे के बाद आना, നീ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. एक डेढ़ घंटे में നമുക്ക് ആ രീതിയിൽ പറയാം. 1.5 घंटे में 1.5 മണിക്കൂർ, 1.5 നമ്മൾ മലയാളത്തിൽ പറയില്ല 1.5. അപ്പം ഹിന്ദിയിൽ എങ്ങനെ പറയും, 1.5 घंटे आधा 1 घंटे में എന്ന് പറയാം, ഒരു മണിക്കൂർ. ठीक है, ആ രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കാം. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ 2-3 घंटे में 3-4 മണിക്കൂർ, ക്ലിയർ അല്ലേ? 2-2.5 മണിക്കൂർ, 2-2.5 घंटे में 2-2.5 മണിക്കൂർ എന്നൊക്കെ ആ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ठीक है, എന്നാൽ നീ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ സെൻറ്റൻസുകൾ പഠിച്ചു. പക്ഷെ കുറേയൊക്കെ നമുക്കതിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കുറേയൊക്കെ നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയേണ്ടത്, അടുത്ത ക്ലാസ്സിൽ നമ്മൾ വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഒരേ ഏജിലുള്ള ആൾക്കാരോട് കൂടി സംസാരിക്കുമ്പോഴും, അതുപോലെ തന്നെ ഞാനും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു ഏജുള്ള ആളാണ്, അല്ലെങ്കിൽ ഫ്രണ്ടല്ല, ഇപ്പോൾ എനിക്ക് ഒരു ഏജുള്ള ആളോട് സംസാരിക്കണം, എൻ്റെ ഏജുള്ള ആളോട് സംസാരിക്കണം. അപ്പോൾ നമുക്കൊരു ആ ഒരു സീരീസ് നമുക്ക് കാണാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കോമൺ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഞാൻ ഒരു 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ ലിങ്കിലെ ഇൻഫർമേഷൻ ഫുള്ള് വായിക്കുക. ഓക്കെ, വെബ്സൈറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വായിക്കുക. ക്ലാസ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ അതിൽ തന്നിട്ടുണ്ട്. ഒരു ഡെമോ വീഡിയോ ഞാൻ ലിങ്ക് തരാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഹിന്ദി പഠിക്കണം, യൂട്യൂബിൽ കറങ്ങി നടക്കാണ്ട് എനിക്ക് ഒരൊറ്റ പാക്കേജിൽ തന്നെ കംപ്ലീറ്റ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് 40 ക്ലാസ് ഗ്രാമർ, 20 ക്ലാസ് സ്പീക്കിംഗ് പ്രാക്ടീസ്, അതിൽ നമ്മൾ വൊക്കാബുലറി ഉണ്ട്, സ്പീക്കിംഗ് സെൻറ്റൻസ് പ്രാക്ടീസ് ഉണ്ട്. ഇതുപോലെ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, സ്ത്രീലിംഗം പുല്ലിംഗത്തിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വന്ന് ഒന്ന് വീഡിയോ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം. ഓക്കെ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതിപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളായിക്കോട്ടെ, ഓക്കെ, എന്തും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട്, തേർഡ് പാർട്ടുണ്ട്, ഫോർത്ത് പാർട്ടുണ്ട്, ഒരു 5-6 പാർട്ട് നമുക്ക് ഇത് എടുത്തിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്.
ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതിൻ്റെ എന്താ പറയുക ഈ ഡിസ്കഷൻ ഓക്കെ ആണെങ്കിൽ, ഈ ക്ലാസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ സീരീസ് ഉണ്ട്. ഓക്കെ, തും വെച്ച് ആപ്പ് വെച്ച് നമുക്ക് എങ്ങനെയൊക്കെ ആൾക്കാരായിട്ട് സംസാരിക്കണം, ബിഹേവ് ചെയ്യണം, നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും ബൈ.